ഏകീകൃത കുർബാന ചൊല്ലാത്ത പള്ളികളിൽ ഒരു പരിപാടിയിലും പിതാക്കന്മാർ പങ്കെടുക്കാൻ പാടില്ല. ഇപ്പോൾ എറണാകുളത്തെ പള്ളികളിൽ കുർബാന ചൊല്ലാതെ മറ്റുള്ള ചടങ്ങുകൾ നടത്തി പിതാക്കന്മാർ പോരുന്നു. അത് വിമത വൈദികർക്ക് പിതാക്കന്മാരുടെ പിന്തുണ ഉണ്ടെന്ന് വിശ്വാസികളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഏകീകൃത കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നിടത്ത് മാത്രം പിതാക്കന്മാർ പങ്കെടുക്കാൻ പാടുകയുള്ളൂ. അത് അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കണം. വെറും പിടിവാശിക്ക് എന്തുമാത്രം മാനങ്ങൾ ഉണ്ട് എന്നത് സംബന്ധിച്ച് വിമതർ പ്രബന്ധം രചിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് എന്തായാലും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും മറ്റുള്ളവർ അംഗീകരിച്ചു കൊള്ളണം. ഞങ്ങൾക്ക് മറ്റൊന്നും കേൾക്കണ്ട, ഞങ്ങളോട് ഒന്നും പറയണ്ട. ഇതാണ് വിമതരുടെ പ്രമാണം. എന്താണ് വിമതരുടെ പ്രശ്നമെന്ന് ആരെങ്കിലും വിമതരോട് ചോദിച്ചാൽ സത്യവും നീതിയുമെന്ന് അവർ പറയും. എന്താണ് ആ സത്യം എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ പിടിവാശി. അതിൽ കവിഞ്ഞൊന്നും പറയാനില്ല. ഒരു നിസാര പ്രശ്നത്തെ ഇതുപോലെ വലുതാക്കി ഒരു സമൂഹത്തെ മുഴുവൻ നിർജീവാവസ്ഥയിൽ നിർത്തുന്നവർക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലേ? തങ്ങൾ ഇടപെടുന്ന സമൂഹത്തോട് ഇവർക്ക് ഒരു കടപ്പാടുമില്ലേ? ദൈവം സ്നേഹമാകുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. നിന്റെ ഒരു കരണത്തടിച്ചാൽ മറുകരം കൂടി കാണിച്ചു കൊടുക്കുക. ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദാനം ചെയ്യാൻ നിന്റെ കൈവശം ഒന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ നിന്റെ കുപ്പായം കൂടി ഊരിക്കൊടുക്കുക എന്നൊക്കെ പഠിപ്പിക്കുന്ന ക്രിസ്തു മതത്തിന്റെ നിർമ്മല്യവും നിഷ്കളങ്കതയും കൊണ്ടാണ് വിശ്വാസപരമായ പല കാര്യങ്ങളിലും ശാസ്ത്രീയ അടിത്തറ ഇല്ലെങ്കിലും പൊതുസമൂഹം ക്രൈസ്തവ വിശ്വാസത്തെ നന്മയുടെ പരമായി കാണിക്കുകയും നെഞ്ചിലേറ്റുകയും പിന്തുടരുകയും ചെയ്യുന്നത്. ഇവിടെ എന്ത് പ്രശ്നത്തിലാണ് ഭൂരിഭാഗം വൈദികർ കത്തോലിക്ക സഭയുടെ വ്യവസ്ഥാപിതമായ തീരുമാനങ്ങളെ ഇങ്ങനെ എതിർക്കുകയും സഭയോട് തികഞ്ഞ അനുസരണക്കേട് കാണിക്കുകയും പരസ്യ വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്? ആർക്ക് ഗുണം ചെയ്യാനാണിത്? പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം, അത് മാത്രമല്ലേ ഉള്ളൂ. തൃപ്പൂണിത്തുറ പള്ളിയിൽ തന്നെ കടുത്ത മനുഷ്യാവകാശ ലംഘനമല്ലേ നടക്കുന്നത്? സഭയെ അനുസരിക്കാത്ത വൈദികനെ അതിരൂപതാധ്യക്ഷൻ സ്ഥലം മാറ്റി പുതിയ വൈദികനെ നിയമിച്ചു. ഈ ഉത്തരവ് ആരും അനുസരിക്കാതെ അവിടെ തുടർന്നാൽ വൈദികന് കുദാശ വിലക്ക് ഏർപ്പെടുത്തുകയും പള്ളി വിട്ടു പോകാൻ കൽപ്പിക്കുകയും ചെയ്തു. ആ ഉത്തരവ് അനുസരിക്കാതെ ധിക്കാരപൂർവ്വം പള്ളി മേടയിൽ തുടരുന്ന അദ്ദേഹം നിയമശ്രുതം നിയമിക്കപ്പെട്ട വൈദികനെ കുർബാന അർപ്പിക്കാൻ അനുവദിക്കാതെ പള്ളി പൂട്ടി ഇട്ടിരിക്കുകയാണ്. സഭ നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററെ ഒരു ഗോഡൌണിൽ കഴിയാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രാഥമിക സൗകര്യം പോലും നിഷേധിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം തൃപ്പൂണിത്തുറ പള്ളിയിലെ അധികാരികൾക്ക് കൂട്ടു നിൽക്കുകയാണ്. ആ വന്ധ്യ വൈദികൻ ഗോഡൌണിൽ കിടന്ന് മരിച്ചുപോയാൽ ആര് സമാധാനം പറയും? ചിന്തിച്ചിട്ടുണ്ടോ? കുര്യൻ അച്ഛനെ തൃപ്പൂണിത്തുറ പള്ളിയിൽ നിയമിച്ച അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെ നിസ്സഹായനാകാൻ പാടില്ലായിരുന്നു. സഭയുടെ പള്ളിയും സ്വത്തുക്കളും ഒരു പറ്റം ആക്രമികൾ കയ്യേറിയിട്ട് എത്ര ദിവസമായി? നിയമവാഴ്ച ഉള്ള ഈ സംസ്ഥാനത്ത് ഇങ്ങനെ സംഭവിക്കാമോ? സഭാ നേതൃത്വം ഉറക്കം വിട്ട് എഴുന്നേറ്റ് കടമ നിർവഹിക്കണം. സഭാ നേതൃത്വത്തിന്റെ ഒരു കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അത് സഭാ നേതൃത്വം നിർവഹിക്കണം. വലിയ മനുഷ്യാവകാശ ലംഘന മാധ്യമ ശ്രദ്ധയിൽ കൊണ്ട് വരേണ്ടതാണ്. തട്ടിൽ പിതാവും പുത്തൂർ പിതാവും ഒക്കെ ഇതൊന്നും കാണുന്നില്ലേ? അവർ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ ലംഘനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയേണ്ടവർ അറിയാതെയും കാണാതെ ഇരിക്കുന്നവർ, മേൽപ്പട്ടത്തിൽ ഇരിക്കുന്നവർ ഇങ്ങനെ കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാ എന്നൊരു സംശയം